1994 ഫ്രാങ്ക് ഡാരാബോണ്ടിന്റെ സംവിധാനത്തിൽ റോജർ ഡീക്കിംഗ് സിനിമാറ്റോഗ്രഫി ചെയ്ത് റിലീസ് ചെയ്ത സിനിമയാണ് ഷോഷാങ്ക് റിഡംപ്ഷൻ. ഇന്ന് ലോക സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റെക്കമെൻഡേഷനിൽ ഫസ്റ്റ് വരുന്ന അല്ലെങ്കിൽ മിനിമം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഷോഷാങ്ക് റിഡംപ്ഷൻ. എന്നാൽ ഈ ഒരു സിനിമ അന്ന് റിലീസ് ചെയ്ത സമയത്ത് 25 മില്യൺ ആയിരുന്നു ബജറ്റ്. പക്ഷെ അന്ന് ഇതിന് കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് വെറും $10 മില്യൺ മാത്രമാണ്. പിന്നീട് ഇന്റർനാഷണൽ ലെവലിൽ റീ റിലീസ് ചെയ്തതിനു ശേഷമാണ് $58 മില്യൺ എന്ന ലൈഫ് ടൈം കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. സിനിമയിലെ ലീഡ് ക്യാരക്ടറായിരുന്ന ആൻഡി എന്ന കഥാപാത്രത്തിന് വേണ്ടി ആദ്യം ടോം ക്രൂയിസ് അടക്കമുള്ളവർ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടോം ക്രൂയിസ് ഈ സിനിമയിൽ നിന്നും പിന്മാറി. പിന്നീടാണ് റോബിൻസ് എന്ന ആക്ടറിലേക്ക് ഈ ഒരു കഥാപാത്രം വന്നെത്തുന്നത്. സിനിമയിൽ ആൻഡിയും റെഡും തമ്മിലുള്ള ആദ്യത്തെ സീനില് റെഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു ബേസ്ബോൾ എറിയുന്ന ഒരു സീനാണ്. ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഏകദേശം 9